ഇനി ഈ ഹൈവേയിൽ ഈ ഭാഗങ്ങളിലൊന്നും അധികം വർക്കുകളൊന്നും ഇല്ല. പാലങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ആണ് കൂടുതൽ വർക്കുകൾ വരാനുള്ളത്. അതുപോലെ ഇങ്ങനെയാണ് പാലം. അങ്ങനെയുള്ള ബോട്ട് ഉപയോഗിച്ചായിരുന്നു കായലിലെ മണ്ണുകളൊക്കെ എടുത്തിട്ട് ഈ മണ്ണ് ഉപയോഗിച്ച് NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ചേറ്റുവ പാലത്തിന്റെ മുൻവശത്താണ്. വളരെ നാളായി ഇങ്ങോട്ടൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ട് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് ചേറ്റുവ പാലം. ചേറ്റുവ പാലത്തിന്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ട് സൈഡിൽ വരുന്ന ഭാഗങ്ങളിൽ റോഡിന്റെ നിർമ്മാണം നടക്കാനുണ്ട്. മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകളൊക്കെ. പാല നിർമ്മാണത്തിന്റെ സമയത്ത് ഈ ഫില്ലറിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടിന്റെ ഭാഗങ്ങളൊക്കെയാണ് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തതിന്റെ. അവിടെ ഒരു ബോട്ട് കാണാം നമുക്ക്. ആ ബോട്ട്, അങ്ങനെയുള്ള ബോട്ട് ഉപയോഗിച്ചാണ് ഇവിടുന്ന് ഈ കായലിൽ നിന്ന് മണ്ണുകളൊക്കെ എടുത്തിരുന്നത്. ഡർജർ അതുപോലെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ബോട്ട് ഉപയോഗിച്ചായിരുന്നു കായലിലെ മണ്ണുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് ഉപയോഗിച്ചാണ് കുറേ ഭാഗങ്ങളിലൊക്കെ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ അതുപോലെയുള്ള ഒരു ടാങ്കുകളൊക്കെ കാണുന്നുണ്ട്, വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന. ഇങ്ങനെയാണ് പാലത്തിൻ്റെ താഴ്വശം. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല. സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്താണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഈ വഴി ഇങ്ങോട്ട് കടന്നു വരാൻ വയ്യ. ഈ ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ്. അവിടെ സ്ലാബ് ചെയ്യുന്നത് കാണാം നമുക്ക് സൈഡിൽ. ഫിക്സൻ സ്ലാബ്, അങ്ങനെയുള്ള സ്ലാബിൻ്റെ വർക്കുകൾ വരാനുണ്ട്. ഈ സൈഡിൽ കോൺക്രീറ്റ് വാളൊക്കെ ഭാഗത്തൊക്കെ വരാറുണ്ട്. പുഴേൻ്റെ ഭാഗമായതുകൊണ്ട് വളരെ സ്ലോവിലാണ് പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു പാലം കൂടെ വരാൻ അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള വർക്കൊന്നും കാണുന്നില്ല. 3 ലൈനായിട്ടുള്ള ഹൈവേക്ക് ഒരു സൈഡിൽ 3 ലൈനാണല്ലോ, ആ ഭാഗത്ത് വരുന്ന ഒരു പാലാണിത്. അപ്പോൾ പഴയ പാലം നിലനിർത്തി അതുപോലെയാണ് ഇവിടെയും വരുന്നത്. കൊണ്ട് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് പഴയ പാലങ്ങൾ അതുപോലെ അതുപോലെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഇവിടെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും തോന്നുന്നത്. പഴയ പാലം ഈ വർക്കൊക്കെ ചെയ്ത് എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വെള്ളം കുറച്ച് ഇറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് പാലത്തിൻ്റെ ഫില്ലറുകളൊക്കെ അങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാം. അവിടെ ഇനി പോയിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ നല്ല വർക്കുകൾ ചെയ്ത് കാണുന്നുണ്ട്. അവിടെയൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇവിടെ ഒരു വഞ്ചി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ മണൽ ഊറ്റിയിരുന്ന അതിൻ്റെ ആവശ്യമായിട്ട് എടുത്തിരുന്ന പൈപ്പുകളാണ്. ഡർജ് ചെയ്തതിൻ്റെ ആ പൈപ്പുകൾ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ജോയിൻറ്റിലൊക്കെ കൊടുത്തിരുന്ന സംഭവമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയായിരുന്നു ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ ഇവിടെ ചളിയൊക്കെ ആയി കിടക്കുക. അതുവഴിയാണ് ഞാൻ വന്നത്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകാം. ആ ഭാഗത്തൊക്കെ കണ്ടിട്ട് നമുക്ക് വില്യംസ് വരെയാണ് ഇനി പോകാനുള്ളത്, കാണാം. അപ്പം ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഈ കായലിൻ്റെ ഈ ഭാഗത്തേക്ക്. ഇവിടെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടവർക്കൊക്കെ അറിയാം. ഈ ഭാഗത്തായിരുന്നു നേരത്തെ ഈ കായലിൽ നിന്ന് ഈ ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഈ മണ്ണ് എടുത്തിരുന്നത്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പഴയ പോലെ തന്നെ ഒരു ഗ്രൗണ്ടാക്കി കിടക്കുന്നത് കാണാം. നമുക്കിങ്ങനെ വർക്കൊന്നും ചെയ്യുന്നില്ല. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ അവർ ഒരു ചെറിയൊരു മതിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കായൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഇനി നമുക്ക് മുകളിലുള്ള വർക്കുകളൊക്കെ പോയി നോക്കാം. അപ്പോൾ റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നമുക്ക് വാഹനങ്ങളൊക്കെ അതിവേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. വൈദ്യുതിയില പോകുന്ന ബസ്സാണ് പോയത്. റോട്ടിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ അവർ ഭയങ്കര സ്പീഡിലാണ് കയറിപ്പോയി. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഭാഗങ്ങൾ ഇനിയാണ് റോഡ് വർക്ക് വരാനുള്ളത്. മണ്ണ് നിറച്ച് അങ്ങോട്ട് പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ളത്. അതിനൊക്കെയുള്ള വർക്കുകൾ തുടക്കമിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തെ അടുത്ത് പോയി നോക്കാം. അവിടെ ഫില്ലിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പാലം വരുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ഫിക്സൻ വാളിൻ്റെ നിർമ്മാണം പകുതിയായിട്ടുള്ളൂ.
അതിൻ്റെ ഉള്ളിൽ മണ്ണും വളരെ കുറഞ്ഞ ഭാഗത്ത് മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇനി മണ്ണ് നിറക്കാനുണ്ട്. ഇതാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി പാലത്തിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കല്ലുമ്മക്കായ കക്കയിറച്ചി അത് കിട്ടൂട്ടോ. ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് അതൊക്കെ വാങ്ങാം. പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ വരുമ്പോൾ സൈഡിൽ കാണുന്ന ഈ കൈവരികളൊക്കെ പൊളിച്ച് പുതിയ കൈവരികൾ വെക്കാൻ സാധ്യതയുണ്ട്. ക്രഷ് ബാരിയർ നിർമ്മിക്കും. അങ്ങനെയായിരിക്കും എല്ലായിടത്തും ചെയ്യുന്നത്. പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെ ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള ഭാഗങ്ങളാണ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് വാളിന്റെ നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല. കോൺക്രീറ്റ് വാള് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറക്കലാണ്. അതിൻ്റെ വർക്കൊന്നും ഇവിടെ കാണുന്നില്ല. പാലത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണുന്ന ഇതാണ് ക്രഷ് ബാരിയറുകൾ. ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടതാണ്. പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് ഇനി ഉയർത്താൻ വേണ്ടിയുള്ള ഒരു വർക്കും, മണ്ണിട്ട് ഉയർത്താനുള്ള ഒരു വർക്കും ചെയ്ത് കാണുന്നില്ല. അവിടെ ഒരു ഐമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് കാണുന്നു. അതാണിപ്പോൾ പുതിയൊരു മാറ്റങ്ങൾ. പഴയ റോഡിൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ കുറേ മണ്ണ് കയറി കിടന്നതൊക്കെ നീക്കിയതാണ് കാണുന്നത്. കായലിൻ്റെ ഭാഗത്തൊക്കെ ഡർജിങ്, അവിടെ നിന്ന് മണ്ണൊക്കെ എടുത്തിൻ്റെ, കായൽ മണ്ണ് എടുത്തതിൻ്റെ ഭാഗം അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. എന്താ മണ്ണ് എടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചോ അറിയില്ല. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ലൈറ്റ്. ഇങ്ങനെയാണ് പാലം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളാണ്. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകളൊക്കെ എവിടേക്കോ കണ്ടിരുന്ന്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വില്യംസ് വരെ അങ്ങോട്ട് പോയി നോക്കാം, ആ ഭാഗത്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടെന്ന്. അപ്പോൾ തൃശ്ശൂർ റീച്ചിലും വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ആദ്യം കഴിഞ്ഞത് മലപ്പുറം ആണ്. പിന്നെ കഴിഞ്ഞ് സെക്കൻഡായിട്ട് കഴിയാൻ പോകുന്നത് കോഴിക്കോടായിരിക്കും. അത് കഴിഞ്ഞ് തൃശ്ശൂർ റീച്ചിലായിരിക്കും വർക്ക് കഴിയാൻ പോകുന്നത്. വളരെ വേഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വർക്കുകൾ നടക്കുന്നുണ്ട്. പാലങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളിലാണ് ചെറുതായിട്ട് ഡിലേ വരുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, അതുപോലെ മണ്ണ് നിറക്കുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ മണ്ണുകൾ ചേറ്റുവ കായലിൽ നിന്നൊക്കെ എടുത്തത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കായലിൻ്റെ ഭാഗത്തൊക്കെ കണ്ടല്ലോ, അവിടെ നിന്നൊക്കെ മണ്ണുകൾ എടുത്ത് ആ ഭാഗങ്ങളൊക്കെ ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാ അറിയില്ല, അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിൽ മണ്ണിൻ്റെ ആവശ്യങ്ങളുണ്ട്. അതായത് ചാവക്കാട് ബൈപ്പാസിൽ കുറേ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് നിറക്കാനുള്ള ഭാഗങ്ങളാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു സപ്പോർട്ട് തീർച്ചയായും വേണം. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഓടി നടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും വ്യൂ ഉള്ളൂ. ഒരു 1000-2000 ആൾക്കാരൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് എണ്ണ പൈസ പോലും കിട്ടൂല. അപ്പൊ ശരിക്കും നിങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്യുക, ഒരു ഹായ് എങ്കിലും വിടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാ സപ്പോർട്ടുകളും തന്നാൽ കൂടുതൽ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കാം നമുക്ക്. അവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോളം ദൂരം വരുമ്പോൾ ഇവിടെ വലിയ ട്രക്കുകൾക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഇത് വളരെ കുറഞ്ഞതുള്ളൂ. ഒരു 5-6 ട്രക്കുകൾ നിർത്തിയാൽ ഇവിടെ സ്ഥലം കഴിഞ്ഞു. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെയൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇന്റർലോക്ക് വിരിക്കാനോ അതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള ഭാഗങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അതിനുള്ളൊരു സ്ഥലം വിട്ടതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകുവശത്തും ഒരു ചെറിയ റോഡുണ്ട്, നമ്മളെ പഴയ റോഡിൻ്റെ ഭാഗം. ഇവിടെ എന്തോ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക്. ഇവിടെ ഒരു കട ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് ചായയൊക്കെ കുടിക്കാം. ഒരു 2 ട്രക്കുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലത്ത് ടോയ്ലറ്റ് സംവിധാനം ഇതുപോലെയുള്ള ചായക്കടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഉപകാരമാണ്. അവർക്കൊക്കെ നല്ല പൈസ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ വലിയ ട്രക്കുകൾ നിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്.
ഒരു 10-20 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് നിർത്താൻ സ്ഥലമില്ലെങ്കിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് വണ്ടി, കണ്ടില്ലേ? അധിക ഭാഗവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി നമുക്ക് കൂടുതൽ കാണിക്കാനില്ല. വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പോലുള്ള ബോർഡുകളൊക്കെ വെക്കാനാണ് ഇനിയുള്ളത്. എക്സിറ്റ് എൻട്രി ബോർഡുകൾ, ഓരോ ഭാഗങ്ങളിലേക്ക് വരുന്ന സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഉള്ള ബോർഡുകൾ. ഇനി ഹൈവേയിൽ ഈ ഭാഗങ്ങളിലൊന്നും അധികം വർക്കുകളൊന്നും ഇല്ല. പാലങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ആണ് കൂടുതൽ വർക്കുകൾ വരാനുള്ളത്. അതുപോലെ ഇതുപോലെ ഉള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ജോയിന്റിങ് വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അണ്ടർപാസിന്റെ മുകളിൽ ഉള്ള ഭാഗത്തുള്ള ഷട്ടറുകളൊക്കെ എടുത്ത് മാറ്റുന്നത്. ഈ ഭാഗത്ത് ഇനിയും ഇങ്ങനെ കൊടുക്കാനുണ്ട്, ക്രാഷ് ബാരിയർ കൊടുക്കാനുണ്ട്. ഇവിടെ ഷട്ടറിന്റെ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്, ജോയിന്റിങ് വർക്കുകൾ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ക്രാഷ് ബാരിയർ വെച്ച് അടച്ചു വെച്ചേക്കാണ്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ഈ ഭാഗത്തൂടെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരുമനയൂർ അണ്ടർപാസ് ആണ് ഈ കാണുന്നത്. ഒരുമനയൂർ അണ്ടർപാസിന്റെ മുകളിൽ ആണ് ഇപ്പൊ ഈ കാണുന്ന വർക്ക്. കണ്ടില്ലേ? ഒരുമനയൂർ സർവീസ് റോഡിന്റെ പഴയ റോഡാണത്. പഴയ റോഡ് ഇപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗം കൂടെ ആയപ്പോൾ വലിയ വീതിയുള്ള ഒരു ഭാഗമായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തേക്ക് പോകാം. ഇവിടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഹൈവേന്റെ വീഡിയോ ഇന്നും ഇനി എടുക്കാൻ ഉണ്ടാവും തോന്നില്ല. നമ്മളെ തൃശ്ശൂർ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും മലപ്പുറം ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞു. ഇനി അധികം കുറേ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യാത്രാ വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഒരുമനയൂർ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വില്യംസ് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞു. കാണുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ വരാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു എക്സിറ്റ് ഭാഗമാണ് ഹൈവേയിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം, ഇവിടെ കുറച്ച് ഭാഗം അടച്ചു വെച്ച്, അത് നമ്മുടെ വില്യംസ് വരുന്ന അണ്ടർപാസിന്റെ ആ ഭാഗത്ത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ചാവക്കാട് ബൈപ്പാസിന്റെ ആ ഭാഗത്തൊക്കെ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത്രയും ഭാഗത്ത് വരുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ആ വില്യംസ് അണ്ടർപാസിന്റെ താഴ്വശത്തെ ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം. അപ്പം ഞാൻ വില്യംസ് അണ്ടർപാസിന്റെ താഴ്വശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ്, വളരെ നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. മുകൾ വശത്താണ് ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്, ജോയിന്റിങ് വർക്കുകളൊക്കെ നടക്കാൻ. ഇതിൻ്റെ സൈഡിൽ ആ ഭാഗത്തൊക്കെ ഇനി കുറച്ച് ഫിനിഷിങ് വർക്കുകൾ നടക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റിലൂടെ. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.